നിങ്ങളെ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ ഈ ഉണക്കലാത്തി കാണുമ്പോ കരയാനിരിക്കുകയാണല്ലോ. നിങ്ങളുടെ ഈ ഉണക്കലാത്തി കാണുമ്പോ കരയാനിരിക്കുകയാണല്ലോ. അതൊക്കെ കൈ വെച്ചാൽ ഉണക്കലാത്തി കാണുമ്പോ കരയാനിരിക്കുകയാണല്ലോ. ജയിലിൽ പോകേണ്ടി വരുന്നത് രാഹുൽ ഗാന്ധിക്ക് സമരം ചെയ്യാൻ രാഹുൽ ഗാന്ധിക്ക് സമരം ചെയ്യാൻ അറിയില്ലെങ്കിൽ നെപ്പോ കിട്ടായത് ഞങ്ങളുടെ കുഴപ്പമൊന്നുമല്ല. അവന് ഞങ്ങൾ കണ്ടു ഒരു വെള്ളം അടിച്ചപ്പോഴേക്കും ആ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ കിടന്ന് ഉരുളുന്ന ഞങ്ങൾ കണ്ടു. ഒരു വെള്ളം അടിച്ചപ്പോഴേക്കും ബോധം കെട്ട് വീണ നേതാവിനെ ഞങ്ങൾ കണ്ടു. സമരം ചെയ്യാൻ ഒരുപാട് കഴിവുള്ള നേതാവിനെ ഞങ്ങളെ സമരം ചെയ്യാൻ പഠിപ്പിക്കല്ലേ. പഠിപ്പിക്കേണ്ട സമരം ഒരുപാട് കണ്ടവരാണ്. ഷർട്ടിന് പുരട്ടാൻ വേണ്ടിയിട്ട് ചുവന്ന കളറുമായിട്ട് സമരത്തിന് പോകുന്ന ആൾക്കാരാണ് നിങ്ങൾ യൂത്ത് കോൺഗ്രസ്. ഷർട്ടിന് ചുവന്ന കളറുമായിട്ട് സമരത്തിന് പോകുന്ന യൂത്ത് കോൺഗ്രസ് ഒന്നും കഴിഞ്ഞ 10 കൊല്ലമായി ഒരു സമരം ചെയ്തിട്ടില്ല. കേരളത്തിന് പുറത്ത് യുവമോർച്ച എന്ന് പറഞ്ഞ ഒരു ദിവസം ചർച്ചകൾ കൊണ്ട് രാജ്യത്തെ വിദ്യാർത്ഥികൾക്ക് ഒരു നീതിയും കിട്ടില്ല. 100% ഞാൻ യോജിക്കുന്നു. ഇവിടെ അബിൻ വർക്കി പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അദ്ദേഹം എന്താണ് പറഞ്ഞത്, 152 പേപ്പറുകളിൽ കഴിഞ്ഞ 10 വർഷത്തിനകത്ത് ലീക്കായെന്ന് പറഞ്ഞത്. ഈ 152-ൽ 40 എണ്ണത്തോളം ഇവരുടെ കോൺഗ്രസ് സർക്കാർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണെന്ന്. ഞാൻ 2 ഉദാഹരണങ്ങൾ മാത്രം പറയാം. തെലങ്കാനയിൽ 2023-ലും 2026-ലും 10ാം ക്ലാസ്സിലെയും 12ാം ക്ലാസ്സിലെയും ഹിന്ദി ഉറുദു ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കായി. തെലങ്കാനയുടെ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയോട് ഈ പറഞ്ഞ കുറച്ചു മുമ്പ് കാണിച്ച് രാഹുൽ ഗാന്ധി രാജിവെക്കാൻ വേണ്ടി പറഞ്ഞിരുന്നോ? ഇല്ലല്ലോ. ഇനി കർണാടകത്തിൽ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കായിട്ട് 2024 10ാം ക്ലാസ്സിന്റെ പരീക്ഷ 2026-ൽ DK ശിവകുമാറിനോട് രാജിവെക്കാൻ വേണ്ടിയിട്ട് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ ഇത്തരത്തിൽ വിദ്യാർത്ഥികൾ ഒരു സമരത്തെ രാഷ്ട്രീയപരമായിട്ട് ഉപയോഗിക്കുന്നതാണ് പ്രശ്നം. നിങ്ങൾ അതിര് കിടക്കുന്നു. ഒരു ഇഷ്യൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം നിരോധിതമായിട്ടുള്ള സ്ഥലത്ത് പോയി സമരം ചെയ്തിട്ട് ഇന്ന് നിങ്ങൾ ഇപ്പൊ പറഞ്ഞതുപോലെ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ചെപ്പടി വിദ്യയാണ് രാഹുൽ ഗാന്ധി കാണിച്ചിട്ടുള്ളത്. ജീവിതത്തിൽ ഇതേവരെ സമരം ചെയ്തിട്ടില്ലാത്തവരാണ് ഈ വളരെ നിയമാനുസൃതമായി സമരം ചെയ്യണമെന്ന് പറയുന്നത്. ഈ കേരളത്തിന്റെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരം ചെയ്യാൻ ആർക്കെങ്കിലും നിയമാനുസൃതമായ എന്തെങ്കിലും ഓതന്റിസിറ്റി ഉണ്ടോ? അതൊന്നും എനിക്കറിയാൻ മേല. നിയമാനുസൃതമായിട്ട് മാത്രമാണ് സമരം ചെയ്തിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ഈ BJP-ക്കാരുടെ പേരിൽ കേസ് വന്നേക്കുന്നത് നിങ്ങൾ നിയമാനുസൃതമായി സമരം ചെയ്തിട്ടാണോ? അല്ലല്ലോ. കേരളത്തിന് സെക്രട്ടേറിയറ്റ് മുമ്പിൽ സമരം ചെയ്യുന്നത് നിയമാനുസൃതമാണോ? അല്ലല്ലോ. അപ്പൊ ഇത് സമരം എന്ന് പറഞ്ഞാൽ എന്താണ്? സമരം എന്ന് പറഞ്ഞാൽ ചില നിയമലംഘനങ്ങൾ തന്നെയാണ്. അത് ഗാന്ധിജിയുടെ കാലഘട്ടം തൊട്ട് അങ്ങനെയാ. ഉപ്പ് കുറുക്കിയത് നിയമാനുസൃതമായിട്ടാണോ? അല്ല. അന്നത്തെ നിയമത്തിന് വിരുദ്ധമായിട്ടാണ് ഉപ്പ് കുറുക്കിയും ദണ്ഡി യാത്രയും ഒക്കെ നടത്തിയത്. നിയമാനുസൃതമല്ല, നിയമവിരുദ്ധമാണ്. സമരം അങ്ങനെയാണ്. അത് സമരം ചെയ്ത് പാരമ്പര്യമുള്ളവർക്ക് മനസ്സിലാവും സമരം എങ്ങനെയാണ് എന്നുള്ളതൊക്കെ. അപ്പൊ സമരത്തെ പറ്റി ഇവിടെ പഠിപ്പിക്കാനൊന്നും ഞങ്ങളവിടെ ആരും പഠിപ്പിക്കാനൊന്നും ഇവിടെ മുതിരണ്ട. ഒരുപാട് സമരം ചെയ്തിട്ടുമുണ്ട്, ആ സമരത്തിനൊക്കെ ഫലപ്രാപ്തി ഉണ്ടായിട്ടുമുണ്ട്. അപ്പൊ അതുകൊണ്ട് സമരത്തെ പറ്റിയുള്ള ക്ലാസ് ഒന്നും ആരും ഇവിടെ എടുത്ത് മെനക്കെടണ്ടെന്ന് പറയാൻ ആഗ്രഹിക്കുക. എന്തോ ഔദാര്യമാണ്. ഏതോ ഒരു മന്ത്രി വന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞ ഔദാര്യം കുറെ നേരമായി പറയുന്നു. ശ്രീ വിനോദ് ഇവിടെ ചൂണ്ടിക്കാട്ടി. SFI-കാരൻ SFI-യുടെ അന്നത്തെ ജനറൽ സെക്രട്ടറി ആയിരുന്ന സീതാറാം യെച്ചൂരി, അന്നത്തെ JNU-വിന്റെ പ്രസിഡന്റ് ആയിരുന്ന സീതാറാം യെച്ചൂരി ഇന്ദിരാഗാന്ധി രാജിവെക്കണമെന്ന് പറഞ്ഞ് ഇന്ദിരാഗാന്ധിയുടെ വസതിയിലേക്ക് നടത്തിയ സമരം, ആ സമരത്തെ അഡ്രസ് ചെയ്ത് ഇന്ദിരാഗാന്ധി എങ്ങനെയാ ആ സമരത്തിലേക്ക് ഇറങ്ങി ചെല്ലുക. എന്നിട്ട് ഇന്ദിരാഗാന്ധി രാജിവെക്കണമെന്നുള്ള പ്രമേയം സീതാറാം യെച്ചൂരി വായിക്കുമ്പോൾ അത് ഇന്ദിരാഗാന്ധി കേട്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യം ഈ രാജ്യത്ത് മുഴുവനുണ്ട്. അങ്ങനെ പാരമ്പര്യമുള്ള ഒരു രാജ്യത്ത് വന്ന് പറയുകയാണ് ഞങ്ങളങ്ങ് സംസാരിക്കാൻ പോയില്ലേ, എന്തോ വലിയ സംഭവമാണല്ലോ അങ്ങ് സംസാരിക്കാൻ പോയത്. എപ്പോഴാണ് സാർ സംസാരിക്കാൻ തയ്യാറായത്? ഇന്നലത്തെ സമരത്തിന് ശേഷമല്ലേ? ഈ നിങ്ങളിപ്പോ പറഞ്ഞല്ലോ ഏതെങ്കിലും ഒരു പ്രതിപക്ഷ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ റേസ് കോഴ്സിലേക്ക് സമരം ചെയ്തിട്ടുണ്ടോ എന്ന്. സാർ സമരം ചെയ്തിട്ടുണ്ട് സാർ. നിങ്ങൾ നിർഭയ കേസുമായി ബന്ധപ്പെട്ട് BJP-യുടെ സമരം നിങ്ങൾ നോക്കിക്കോ, ഞാൻ ന്യൂസ് റിപ്പോർട്ട് അയച്ചു തരാം. ഇല്ലെങ്കിൽ കോൾ സ്കാമുമായി ബന്ധപ്പെട്ട് നിങ്ങൾ BJP-യുടെ സമരം നോക്കിക്കോ. എന്തിന് UPA ചെയർപേഴ്സണായ സോണിയാഗാന്ധിയുടെ വീടിന് മുമ്പിലേക്ക് നിങ്ങളുടെ എത്ര ആളുകൾ സമരം ചെയ്തിട്ടുണ്ട്? അപ്പൊ അന്നൊക്കെ ഇങ്ങനെയാണോ നേരിട്ടെ? നിങ്ങൾ ഏതെങ്കിലും പ്രതിപക്ഷ നേതാവിനെ നിലത്തിട്ട് ഉരുട്ടിയിട്ടുണ്ടോ? ഇവിടെ പ്രതിപക്ഷ നേതാക്കന്മാരെ മാൻ ഹാൻഡിൽ ചെയ്യാണ്. എന്തുകൊണ്ടാണ് ഡീൻ കുര്യാക്കോസിന് വൈകാരികമായി സമീപിക്കേണ്ടി വന്നത്? ഡീൻ കുര്യാക്കോസിന് പല പ്രാവശ്യം ഒരു MP എന്ന പരിഗണന പോലും ഇല്ലാതെ ഡൽഹി പോലീസിലെ കോൺസ്റ്റബിൾ എടുത്ത് ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ പിന്നെ എന്ത് ചെയ്യണമെന്നാ പറയുന്നത്? ഈ രാജ്യത്തൊരു നിയമമല്ലേ, ഈ രാജ്യത്തൊരു ജനാധിപത്യമല്ലേ? അതുപോലെ ലംഘിച്ചുകൊണ്ട് ചില പോലീസുകാർക്ക് അഴിഞ്ഞാടാനുള്ള അവസരം കൊടുക്കുമ്പോൾ സാർ അന്നേരം പ്രതികരണം ഉണ്ടാകും. ഈ രാജ്യത്ത് അങ്ങനെ പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ രാജ്യത്തിന്റെ ചരിത്രത്തിലും അങ്ങനെ പ്രതികരണം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും നിങ്ങളുടെ ഔദാര്യമൊന്നുമല്ല. ഇന്നലത്തെ സമരം ഈ രാജ്യം ശ്രദ്ധ പിടിച്ചു പറ്റിയെന്ന് തോന്നിയപ്പോ, ഇന്നലത്തെ സമരത്തിൽ രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസ് പാർട്ടിയുടെ സമരം ശ്രദ്ധ പിടിച്ചു എന്ന് പറ്റിയപ്പോ, ഈ രാജ്യത്തെ പൊതുജന വികാരം കോൺഗ്രസിനും പ്രതിപക്ഷത്തിനും അനുകൂലമാണെന്ന് കരുതിയപ്പോ നിങ്ങൾ അവസാനം ഗതികേട് കൊണ്ട് സംസാരിക്കാൻ പോയതാ, അല്ലാതെ ഒന്നും ഔദാര്യമല്ല. അതുമായിട്ട് എനിക്കിട്ടൊന്ന് വെച്ചതാണല്ലോ.